ഹലോ മക്കളെ, ഇന്ന് നമ്മൾ ജെഇ മെയിൻസ് 2024 ഒന്നാം തീയതി പേപ്പർ മോർണിംഗ് ഷിഫ്റ്റ് ഡിസ്കസ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നത് ഈ 2024 ഫസ്റ്റ് സെഷനിലെ ജെഇ മെയിൻസിലെ ഒന്നാം തീയതി പേപ്പറാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ കുറവായിരുന്നു. സാധാരണ എല്ലാ പേപ്പറിലും 10ഉം 12ഉം ക്വസ്റ്റ്യൻസ് സിമ്പിളായിരുന്നെങ്കിൽ ഇതിൽ 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും 8ഓ 9ഓ ചോദ്യമാണ് സിമ്പിൾ. പിന്നെ അതിൽ മോഡറേറ്റ് ചോദ്യം കുറവും ഡിഫിക്കൽട്ട് ചോദ്യം കൂടുതലുമായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ പെർസെൻറ്റേജിൽ അതിൽ ഹയസ്റ്റ് മാർക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, പെർസെൻറ്റേജിലായതുകൊണ്ട് എല്ലാവർക്കും തുല്യ സാധ്യതയല്ലേ, അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. 3, A, B, C are in AP. അതേപോലെ 3, A-1, B+1, C+9 are in GP. അങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ ഓഫ് A, B and C എന്താണെന്ന് ചോദ്യം. അരിത്മെറ്റിക് മീൻ ഓഫ് A, B and C എന്താ ചെയ്യേണ്ടത്? അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. എന്താ ആവറേജ് എല്ലാവർക്കും അറിയാം. 10 ആൾക്കാരുണ്ടെങ്കിൽ 10 എണ്ണം കൂടി കൂട്ടുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വാട്ട് ഇസ് ആവറേജ് ഓഫ് A, B and C? ഇറ്റ് ഈസ് A plus B plus C ഡിവൈഡഡ് ബൈ 3 അല്ലേ? A plus B plus C by 3 ആണ്. ഓക്കെ, അപ്പം നോക്കാം, ഇതിലേക്ക് വരാം. ഇവിടെ 3 A, B, C ആർ ഇൻ AP ആണ്. അപ്പം നമുക്കിത് എഴുതാം. 3 Aക്ക് പകരം 3 plus D വയ്ക്കാം, Bക്ക് പകരം 3 plus 2D വയ്ക്കാം, Cക്ക് പകരം 3 plus 3D വയ്ക്കാം. ആർ ഇൻ AP. And it is given that 3, A-1, B plus 1, C plus 9 are in GP. അപ്പോൾ അത് നമുക്ക് എയുടെ ടേമിൽ എഴുതിയാൽ എന്താ വരിക? 3, എയുടെ സ്ഥാനത്ത് 3 plus D ആണ്. ഇൻസ്റ്റെഡ് ഓഫ് A you have 3 plus D. അപ്പോൾ എയുടെ സ്ഥാനത്ത് 3 plus D കൊടുക്കാം. അപ്പം എന്ത് കിട്ടും? 2 plus D വരും. പിന്നെ ബിയുടെ സ്ഥാനത്ത് 3 plus 2D കൊടുക്കുക. അപ്പോൾ 4 plus 2D വരും. സിയുടെ സ്ഥാനത്ത് 3 plus 3D കൊടുക്കുക. അപ്പം 3 plus 9 12. അപ്പം 12 plus 3D വരും. ആർ ഇൻ GP. അപ്പോൾ ഇത് GP ആണെങ്കിൽ നോക്കൂ, ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ, അതായത് ഇത് ബൈ ഇത് കോമൺ റേഷ്യോ ആണ്. അതേപോലെ ഇത് ബൈ ഇത് കോമൺ റേഷ്യോ ആണ്. അതേപോലെ ഇത് ബൈ ഇത് കോമൺ റേഷ്യോ ആണ്. അപ്പോൾ കോമൺ റേഷ്യോ പെട്ടെന്ന് കിട്ടും അല്ലേ? 4 plus 2D ഡിവൈഡഡ് ബൈ 2 plus D കോമൺ റേഷ്യോ അല്ലേ? ഇത് കോമൺ റേഷ്യോ ആയിരിക്കും. അത് 2 അല്ലേ? ഇസിക്കൽ ടു കോമൺ റേഷ്യോ അല്ലേ? അപ്പം ഈ 3നെ നോക്കൂ, ഈ 3നെ ദിസ് ഇസ് 3R, ദിസ് ഇസ് 3R സ്ക്വയർ, ദിസ് ഇസ് 3R ക്യൂബ് അല്ലേ? ഇത് 3R ആണ്. അപ്പോൾ 3 into R ആണ് 3R. അപ്പോൾ 3R ആണ് 2 plus D. അപ്പോൾ ഉടനെ കിട്ടില്ലേ 2 plus Dയുടെ വാല്യൂ എന്താ? 2 plus D is equal to 3 into R. 3 into R means 3 into 2 6. അപ്പോൾ Dയുടെ വാല്യൂ എന്താ കിട്ടുക? അപ്പോൾ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് D ആസ് 2 plus D ആണ് 6. അപ്പോൾ Dയുടെ വാല്യൂ 4. അപ്പോൾ ഇതൊരു റിസൾട്ടാണ്. D is equal to 4. അപ്പോൾ D is equal to 4 കിട്ടിയാൽ കഴിഞ്ഞില്ലേ പണി? എന്താ? D equal to 4 കിട്ടിയെങ്കിൽ A plus B plus C by 3 ആണ് ചോദിച്ചത്. അപ്പോൾ എയുടെ വാല്യൂ എന്താ? 3 plus D ആണ്. 3 plus D പ്ലസ് ബിയുടെ വാല്യൂ എന്താ? 3 plus 2D. സിയുടെ വാല്യൂ എന്താ? 3 plus 3D ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 3 3 6 3 9, പിന്നെ 3 2 5 1 6 ബൈ 3. അപ്പോൾ എത്ര കിട്ടുക? 9 plus 6 into 4 24 by 3. അപ്പം 33 by 3 11. ആൻസർ ഇസ് 11. സിമ്പിൾ ചോദ്യമാണ് ഇത്. ഐ വിൽ റിഗാർഡ് ഇറ്റ് ആസ് ഈസി ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രേഷനിലെ ചോദ്യമാണ്. ഇൻ്റഗ്രേഷനിൽ ധാരാളം നല്ല വെയിറ്റേജ് ഉള്ള ഒരു സെഷനായിരുന്നു. ഇൻ്റഗ്രേഷൻ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഒരു സെഷനിൽ തന്നെ 2 ചോദ്യമെങ്കിലും മിനിമം വന്നിട്ടുണ്ടായിരുന്നു. x dx by
സൈൻ റേസ് ടു 4 2x കോസ് റേസ് ടു 4 2x. ഇതാണ് ചോദ്യം. നമുക്ക് ആദ്യം കിങ്സ് റൂൾ ഉപയോഗിക്കാം, അതാണ് നല്ലത്. ഇത് ഐ ആയിട്ട് വിചാരിക്കാം. ടേക്ക് ദിസ് ആസ് ഐ. അപ്പം എന്താ കിങ്സ് റൂൾ പറയണത്? എ പ്ലസ് ബി മൈനസ് എക്സ് വെക്കാം എന്നാണ്. എക്സിന് പകരം എ പ്ലസ് ബി മൈനസ് എക്സ് വെക്കാം. അപ്പോൾ ഇറ്റ് ഇസ് ഇൻ്റഗ്രൽ ഓഫ് 0 to π/4. എക്സിന് പകരം പൈ മൈനസ് എക്സ് വെക്കാം. π/4 മൈനസ് എക്സ് വെക്കാം. ഡിവൈഡഡ് ബൈ ഈ എക്സിന് പകരം π/4 മൈനസ് എക്സ് വെച്ചാൽ സൈൻ നോക്കൂ, ഇതെന്താ വരിക? എക്സിന് പകരം 2 × π/4 മൈനസ് എക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ഓഫ് ദിസ് ഇത് സൈൻ ഓഫ് π/2 മൈനസ് 2x ആണ്. അത് കോസ് എക്സ് ആവും, കോസ് 2x ആവും. അപ്പോൾ സൈൻ റേസ് ടു 4 2x കോസ് റേസ് ടു 4 2x ആവും. കോസ് റേസ് ടു 4 2x സൈൻ റേസ് ടു 4 2x ആവും. അപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഡിനോമിനേറ്റർ അതേപോലെ ഉണ്ടാവും. അതാണ് അതിലെ ടേക്ക് അവേ. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഈ ഇക്വേഷൻ നമ്പർ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2, രണ്ടും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 2i ഇസ് ഈക്വൽ ടു എന്താ വരിക? മക്കളെ നോക്കൂ, ഈ എക്സ് ഡി എക്സും മൈനസ് എക്സ് ഡി എക്സും വെട്ടിപ്പോവും അല്ലേ? ഇത് π/4 മൈനസ് എക്സാ. അപ്പോൾ മൈനസ് എക്സ് ഡി എക്സും പ്ലസ് എക്സ് ഡി എക്സും വെട്ടിപ്പോവും. π/4 കോമൺ വരിക. π/4 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π/4 എന്ത് വരും? 1 sin raised to 4x sin raised to 4 2x plus cos raised to 4 2x dx. Right? 0 to π/4 വരും. ആ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ദിസ് π/8. ഇനി മുകളിലും താഴെയും cos raised to 4x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. cos raised to 4 2x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? Therefore, I is equal to π/8 integral 0 to π/4. മുകളിലും താഴെയും cos raised to 4x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ താഴെ tan raised to 4x plus 1 വരും. മുകളിൽ cos raised to 4x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/cos square x into 1/cos square x എഴുതാം. 1/cos square x ന് secant square x എഴുതാം. ഇൻറ്റു secant square x എഴുതാം. എന്നാൽ നമ്മൾ ചെയ്തത് മുകളിലും താഴെയും cos raised to 4x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഈ secant raised to 4x പകരം 1 plus tan square x വയ്ക്കാം. tan square 2x എല്ലാം 2x ആണ്, ഇവിടെയൊക്കെ 2x ആണ്. secant square 2x tan square 2x. നിങ്ങളുടെ കോപ്പി ചെയ്യാം. ഇനി tan square 2x-ന് t കൊടുക്കാം. tan square 2x-ന് t കൊടുക്കാം. അപ്പോൾ tan square 2x equals t. അപ്പോൾ എന്താ കിട്ടുക? tan square 2x-ന് t കൊടുക്കാം. അല്ല, tan 2x-ന് t കൊടുക്കാം. tan 2x-ന് t കൊടുത്താൽ മതി. tan 2x-ന് t കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? secant square 2x into 2 dx ആണ് dt അല്ലേ? secant square 2x into 2 ആണ് dt. അപ്പോൾ this becomes π/8 into secant square 2x dx 1/2 dt ആവും. അപ്പോൾ 1/2 പുറത്തേക്ക് എടുക്കാം. ഇൻറ്റഗ്രൽ ഇത് 1 plus t square divided by 1 plus t raised to 4 dt വരും. ലിമിറ്റ് എന്താവും മക്കളെ? എക്സ് 0 ആവുമ്പം t 0. എക്സ് π/4 ആവുമ്പം t ഇൻഫിനിറ്റി ആവും. 0 to ഇൻഫിനിറ്റി വരും. അപ്പം വാല്യൂ വിൽ ബി π/2x-നാണ് t കൊടുക്കണം. അതെ, secant square 2x. അപ്പം π/16 ഇൻറ്റു ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻറ്റഗ്രൽ
0 to infinity. മുകളിലും താഴെയും ടി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നല്ല ഗുഡ് ക്വസ്റ്റ്യൻ തന്നെ. 1 + 1/t². മുകളിൽ എന്താ എഴുതാം? t² + 1/t² dt അല്ലേ? ഇനി 1 + 1/t², 1 + 1/t² t - 1/tയുടെ ഡെറിവേറ്റീവ് ആണ്. (1 + 1/t² dt). അപ്പോൾ ഇതെന്താവും? ദിസ് is π/16 into integral of dt by അല്ലെങ്കിൽ 1 പ്ലസ് ഇങ്ങനെ എഴുതാം അല്ലേ? 1 + 1/t² divided by t - 1/t the whole square plus 2 എന്ന് എഴുതാം. 0 to infinity. Right? ഇനി t - 1/tക്ക് u എന്ന് കൊടുക്കാം. Put t - 1/t is equal to u. But this becomes π/16 into integral u അല്ല du അല്ലേ? du മാത്രമേ വരുള്ളൂ. du divided by u² plus 2. u² plus 2നെ നമുക്ക് √2² എഴുതാം. ഇനി ലിമിറ്റ് കൊടുക്കാം. t 0 ആകുമ്പം യുവിൻ്റെ വാല്യൂ -∞ ആണ്. t ഇൻഫിനിറ്റി ആകുമ്പം ഇൻഫിനിറ്റി -0 ആണ്. അപ്പോൾ ഇറ്റ് ഇസ് ഇൻഫിനിറ്റി. അപ്പം നമുക്ക് അതിനെങ്ങനെ എഴുതാം? അത് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? π/16 into അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം, കുഴപ്പമില്ല. 1/√2 tan inverse x/a അല്ലേ? tan inverse x/a പറയുമ്പോൾ എന്താ വരിക? u/√2 upper limit minus lower limit -∞ to infinity. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? π/16√2 into tan inverse infinity minus tan inverse -∞. It is π/2 minus π/2. π/2 minus π/2 is π/2. The answer will be π² / 30 വരും. π² / 16√2. π² / 16√2. ഇതാണ് ആൻസർ. π² / 16√2 ആണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ 1 is the answer. ഓക്കെ, റൈറ്റ്. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ല. ഇത് മാട്രിക്സിലെ ചോദ്യമാണ്. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. നോക്കൂ, ഡിറ്റർമിനന്റ് എക്സ് ആണ് ചോദിച്ചത്. ശരിക്കും ഡിറ്റർമിനന്റ് എക്സ് എന്താ മക്കളെ? ഇതാണ് ഡിറ്റർമിനന്റ് എക്സ്. ഡിറ്റർമിനന്റ് എക്സ് എന്താ? ഇറ്റ് ഇസ് ഡിറ്റർമിനന്റ് എ into determinant c² into determinant a. അത്രയേ ഉള്ളൂ അല്ലേ? പക്ഷേ ഡിറ്റർമിനന്റ് എ എന്താ അവിടെ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് എ ഹിയർ? 2 + 1 3. ഡിറ്റർമിനന്റ് ബി എന്താ മക്കളെ? ഡിറ്റർമിനന്റ് ബി 1 ആണ്. ഡിറ്റർമിനന്റ് സി എന്താ? ഡിറ്റർമിനന്റ് സി ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് എ ട്രാൻസ്പോസ്. ഡിറ്റർമിനന്റ് എ ട്രാൻസ്പോസ് ഡിറ്റർമിനന്റ് എ തന്നെയാണ്. അപ്പോൾ ഡിറ്റർമിനന്റ് സിയുടെ വാല്യൂ എന്താ? ഇറ്റ് ഈസ് 3 × 3 9. മോഡ് ബിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ വാട്ട് ഈസ് മോഡ് എക്സ്? ഇറ്റ് ഈസ് മോഡ് എ, ദറ്റ് ഈസ് 3 ഇൻറ്റു മോഡ് c², ദറ്റ് ഈസ് 9² ഇൻറ്റു മോഡ് എ 3. ദാറ്റ് ആൻസർ. 9 81 × 9 729 is answer. ഇതൊരു 10 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ചോദ്യം. AP GP ഒരു ചോദ്യമാണ്. ഈ കോമൺ ടേംസ് പല എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 3 7 11 etc. 403 ഒരു AP ആണ്. സേ AP1.
വേറൊരു എ പി ആണ് 2, 5, 8 എക്സെട്ര 404 എ പി. ഫൈൻഡ് ദ സം ഓഫ് കോമൺ ടേംസ് ഓഫ് ബോത്ത് ദ എ പിസ്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കോമൺ ടേംസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള എ പിയും എ പി ആവും. പിന്നെ ഇതിലെ കോമൺ ഡിഫറൻസ് D1 ആണ്, ഇതിലെ കോമൺ ഡിഫറൻസ് D2 ആണെങ്കിൽ കോമൺ ടേംസ് കൊണ്ട് ഉണ്ടാവുന്ന എ പിയുടെ കോമൺ ഡിഫറൻസ് LCM ഓഫ് D1 and D2 ആണ്. അപ്പോൾ ഇവിടെ D1 എന്ന് പറയുന്നത് 4 ആണ്, ഇവിടെ D2 പറയുന്നത് 3 ആണ്. അപ്പോൾ കോമൺ ടേംസ് ഉണ്ടാവുന്ന, അതായത് ഇതിൻ്റെ കോമൺ ടേംസ്, ഈ 2 എ പിൻ്റെയും കോമൺ ടേംസ് കൊണ്ട് ഉണ്ടാവുന്ന എ പിയുടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 4 × 3 12 ആയിരിക്കും. അപ്പം നമ്മളെ കോമൺ ടേംസിൻ്റെ എ പിയുടെ കോമൺ ഡിഫറൻസ് 12 ആയിരിക്കും. റൈറ്റ്? ഓക്കെ. അപ്പോൾ ആദ്യത്തെ എ പി നോക്കൂ. ആദ്യത്തെ എ പി ഇങ്ങനെയാണ്: 3, 7, 11, 4 ചാട്ടം. അപ്പം 15, 19 ഇങ്ങനെ പോവും. രണ്ടാമത്തെ എ പി എങ്ങനെയാണ് ചാടുന്നത്? 2, 5, 8. 8ഉം എത്ര ചാട്ടം? 3, 7, 4 അല്ലേ ചാട്ടം? അതെ, ഇവിടെ 3 ചാട്ടം. അപ്പം 3 ആകുമ്പോൾ 11 വരില്ലേ? 8ഉം 3ഉം 11. ശരിയാ? അപ്പോൾ 11 അല്ലേ അല്ലേ ആ ഫസ്റ്റ് ടേം? 11 ഫസ്റ്റ് കോമൺ ടേം. പിന്നെ അടുത്ത കോമൺ ടേം 11 + 13 24. അല്ല, 11 + 12 23 ആയിരിക്കും അതിൻ്റെ അടുത്ത ടേം. അപ്പം കോമൺ ടേംസിൻ്റെ എ പി എന്തായിരിക്കും? കോമൺ ടേംസ് എ പി വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് 11 + 12 ആണ് കോമൺ ഡിഫറൻസ് വരിക. അപ്പോൾ 11ഉം 12ഉം കൂടി കൂട്ടിയാൽ 23, 12 കൂടി കൂട്ടിയാൽ 35. ഇങ്ങനെ പോകും. പോയിട്ട് അവസാനിക്കുക ഈ 403 അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. 403. അപ്പം ഇതിലെ nth ടേം, ഇത് കോമൺ ടേംസ് കൊണ്ട് ഉണ്ടാവുന്ന എ പി, അതൊരിക്കലും 403 കൂടാൻ പാടില്ല, അല്ലേ? nth ടേം. അപ്പോൾ A+, അതായത് 11 + n - 1 × D പറഞ്ഞാൽ 12, അത് 403 കുറവാവണം. 403 11 സബ്ട്രാക്ട് ചെയ്താൽ എത്രയാ? 392 ആണോ? അതെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു n - 1 × 12. അപ്പോൾ n - 1 എന്തായിരിക്കും? 392നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം എത്രയായിട്ടാണ്? 36. 32 2 തവണ പോയിന്റ് സംതിങ്. അപ്പോൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 33 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 33 ആണ്. എന്ന് വെച്ചാൽ ദർ ആർ 33 കോമൺ ടേംസ് ഓഫ് ദ കോമൺ എ പി. 33 ടേം ഉണ്ടാവും. അപ്പോൾ സം ടു n ടേംസ് എന്തായിരിക്കും? SN 33/2. സം ടു n ടേംസിൻ്റെ ഫോർമുല അറിയാം. n/2 × 2a + n - 1 d. 33/2 × 2a. 2a പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്താ? ഇതിൽ ഫസ്റ്റ് ടേം 11 ആണ്. അപ്പോൾ 2a എന്ന് പറഞ്ഞാൽ 22 + n - 1, ദാറ്റ് ഈസ് 32 × d 12. ഇത് ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 32 × 12 എത്രയാണ്? 64, 32, 4, 8, 384, 22. അപ്പോൾ 4, 2, 6, 10 ബാക്കി 1, 4. 406നെ പകുതി എടുക്കുക, 203. അപ്പോൾ 203. അപ്പോൾ 203 × 33. അപ്പോൾ 33 is 9, 0, 326, 609. അപ്പോൾ 6699 ആണ് ഉത്തരം. വെരി ഗുഡ്. ഓപ്ഷൻ 2 ആണ് ആൻസർ. ഇത് നല്ല ചോദ്യമാണ്, പഠിച്ചോളൂ. ഇതിൻ്റെ വകഭേദങ്ങൾ എല്ലാ പരീക്ഷയിലും ഉണ്ടാവും കേട്ടോ. കോമൺ ടേംസ്, അപ്പോൾ ഇതിൽ 2 കൺസെപ്റ്റാണ്. കോമൺ ടേംസ് വിൽ ഗെയിൻ ഫോം ഇൻ എ പി വിത്ത് കോമൺ ഡിഫറൻസ് LCM ഓഫ് ബോത്ത്. റൈറ്റ്. ഗെയിൻ ഇൻ്റഗ്രേഷനിലെ ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം: -π/2 to π/2 8√2 cos x by 1 + e power sin x into 1 + sin raised to 4x dx
എ പൈ പ്ലസ് ബി ലോഗ് 3 പ്ലസ് 2 റൂട്ട് 2 ആണെങ്കിൽ ഫൈൻഡ് എ പ്ലസ് ബി. ഇതാണ് ചോദ്യം. ഇത് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമുക്ക് നോക്കാം. ഇതിന് ഐ ആയിട്ട് വിചാരിക്കാം. ടേക്ക് ഇറ്റ് ആസ് ഐ. ഐ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് കിങ്സ് ഫോമിൽ ഉപയോഗിക്കാം. കിങ്സ് ഫോമിൽ ഉപയോഗിച്ചാൽ ഐ ഈസ് ഈക്വൽ ടു minus pi by 2 to pi by 2 8 root 2 cos x, cos of minus x is cos x, divided by 1 plus e power minus sin x into 1 plus sin raised to 4x dx. അല്ലേ? അപ്പോൾ ഇത് റീറൈറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഐ ഈസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 1 പ്ലസ് ഇ പവർ ഇ റേസ് ടു മൈനസ് സയൻസ് 1 പ്ലസ് 1 ബൈ ഇ റേസ് ടു സയൻസ് ചെയ്താൽ ഇ റേസ് സയൻസ് മുകളിലേക്ക് ഇടാം. അപ്പോൾ ഇ റേസ് ടു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ പവർ സൈൻ എക്സ് ഇൻറ്റു 8 root 2 cos x divided by 1 plus sin raised to 4x dx. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 2y വാല്യൂ എന്താ? മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. നോക്കൂ, ഇത് രണ്ടും കൂടി ആഡപ്പ് ആവുമ്പം കണ്ടോ, ഈ 1 പ്ലസ് സൈൻ എക്സ് കോമൺ ആണ്. അപ്പോൾ ഇവിടെ 1 ഇ റേസ് സൈൻസ് വരും. അപ്പോൾ ഇങ്ങനെ വരും 1 പ്ലസ് ഇ പവർ സൈൻ എക്സ് ഇൻറ്റു 8 റൂട്ട് 2 സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ പവർ സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ റേസ് ടു 4x വരും. ഇത് രണ്ടും വെട്ടിപ്പോവും. ഇത് സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യനിലും വരുന്നതാണ്, അതുകൊണ്ട് ഞാൻ അത് ജമ്പ് ചെയ്യണം. അപ്പോൾ ദിസ് ഇസ് ഇ റേസ് ടു 1 പ്ലസ് ഇ പവർ സൈൻസ് വെട്ടിപ്പോവും. അപ്പോൾ എന്താ കിട്ടുക? 8 റൂട്ട് 2 ഇൻറ്റു കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ റേസ് ടു 4x. ഇത്രയും സ്റ്റെപ്സ് സ്പീഡിൽ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇതിൽ വല്ലാതെ ലെങ്തിയാണ്. അപ്പോൾ ഇതുവരെ എളുപ്പമാണ്, ഇതുവരെ വളരെ എളുപ്പമാണ്. പിന്നെയാണ് ആ ചോദ്യം തുടങ്ങുന്നത്. ആക്ച്വലി പിന്നെയാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. മൈനസ് പൈ ബൈ 2 ഈ സാധനം ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷനാണ് നിങ്ങൾക്കറിയാം. ഇൻറ്റഗ്രൽ -a to a f of x dx is twice integral 0 to a. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് ഇൻറ്റഗ്രൽ 0 to pi by 2 8 root 2 cos x divided by 1 plus sin raised to 4x. അപ്പോൾ ഈ 2ഉം 2 വെട്ടിപ്പോവും. യു ഗെറ്റ് ദ വാല്യൂ ഓഫ് ഐ ആസ് ഇൻറ്റഗ്രൽ 0 to pi by 2 8 root 2 ഇവിടെ എഴുതാം ഇൻറ്റു cos x by 1 plus sin raised to 4x. അല്ലേ? അവിടെ കണ്ടോ, cos x ആണ്, താഴെ sin raised to 4x ആണ്. ഒറ്റ നിർത്തിയുള്ളൂ സൈൻ റേസ് ടു 4x ആകുമ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത്. അപ്പോൾ സൈൻ എക്സിന് ടി കൊടുക്കാം. അപ്പോൾ പുട്ട് സൈൻ എക്സ് ഈക്വൽസ് ടി. സൈൻ എക്സിന് വൈ കൊടുത്തോളൂ, അതാണല്ലോ. ടി കൊടുത്താലും കുഴപ്പമില്ല, സൈൻ എക്സിന് വൈ ടി കൊടുത്തോളൂ. സൈൻ എക്സ് ഈക്വൽസ് ടി. അപ്പം കോസ് എക്സ് ഡി എക്സ് ഡി ടി ആവും. അപ്പോൾ ദിസ് ബിക്കംസ് ഐ ഈസ് ഈക്വൽ ടു 8 root 2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഡി ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി റേസ് ടു 4. ലിമിറ്റ് എന്താവും? 0 to 1 ആവും. സൈൻ പൈ ബൈ 2 1 അല്ലേ, 0 to 1 ആവും. ഈ 1 by 1 പ്ലസ് ടി റേസ് ടു 4 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് ടാൻ എക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ, ബോർഡിനുള്ളതാണ്. മുകളിലും താഴും ടി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മുകളിലും താഴും ടി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് 8 root 2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 0 to 1 by ടി സ്ക്വയർ divided by 1 by t square plus t square. But t square plus 1 by t square dt. Right? അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം. I is equal to
8 root 2 into 8 root 2 into t square നോക്കൂ ടി പ്ലസ് 1/t ഇത് വളരെ കുറച്ച് ലെങ്തി ആണ് ശ്രദ്ധിക്കണേ ടി പ്ലസ് 1/tയുടെ ഡെറിവേറ്റീവ് 1 മൈനസ് 1/t സ്ക്വയർ ആണ് ടി മൈനസ് 1/tയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1/t സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ 1/t സ്ക്വയർ ഉണ്ട് അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്താൽ 2/t സ്ക്വയർ വരും ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്താൽ അല്ലേ രണ്ടാമത്തെ ഇക്വേഷനിൽ ആദ്യത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 1 പ്ലസ് ടി സ്ക്വയർ അതായത് ഇവിടെ ഒരു 2 എഴുതാം ഇവിടെ ഒരു പുറത്തൊരു 1/2 എഴുതാം അപ്പം ഞാൻ ഇവിടെ ഒരു 1/2 ഇട്ടു ഇത് ഇൻറ്റഗ്രൽ 0 to 1 2/t സ്ക്വയറിനെ ഞാൻ എന്ത് എഴുതി 1 പ്ലസ് 1/t സ്ക്വയർ മൈനസ് 1 മൈനസ് 1/t സ്ക്വയർ ഇത് കുറച്ച് ഗുഡാണ് ഈ പറയൽ ഡിവൈഡഡ് ബൈ ഇവിടെയും ടി സ്ക്വയർ പ്ലസ് 1/t സ്ക്വയർ ഇവിടെയും ടി സ്ക്വയർ പ്ലസ് 1/t സ്ക്വയർ അപ്പം അത് ഞാൻ ഐ ഈസ് ഈക്വൽ ടു 4 root 2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 0 to 1 ആണ് ഇവിടെ അതെ 0 to 1 ഉണ്ട് അപ്പം ഇൻറ്റഗ്രൽ ഓഫ് 0 to 1 ടി സ്ക്വയർ പ്ലസ് 1/t സ്ക്വയർ ആണ് താഴെ ടി മൈനസ് 1/tയുടെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത് അപ്പോൾ താഴെ ഞാൻ ടി മൈനസ് 1/t ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 എന്ന് എഴുതാം മുകളിലോ 1 പ്ലസ് 1/t സ്ക്വയർ dt മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് 0 to 1 1 മൈനസ് 1/t സ്ക്വയർ ആണ് മുകളിലുള്ളത് അപ്പം ഞാനിവിടെ ടി പ്ലസ് 1/t എഴുതാം മൈനസ് 2 എഴുതാം മുകളിൽ 1 മൈനസ് 1/t സ്ക്വയർ dt ഓക്കെ ഇനി ഈ ടി പ്ലസ് 1/tക്ക് പകരം യു കൊടുക്കുക ഇവിടെ വി കൊടുക്കുക അപ്പം എന്താ വരിക ഇസ് ഈക്വൽ ടു 4 root 2 ഇൻറ്റു ടി മൈനസ് 1/tക്ക് യു കൊടുത്താൽ 1 പ്ലസ് 1/t സ്ക്വയർ ഡി ടി ഡി യു ആവും അപ്പം ഇത് ഡി യു ആണ് ഓക്കെ 0 to 1 ഇവിടെ ടി 0 ആയാൽ മൈനസ് ഇൻഫിനിറ്റി വരും ടി 1 ആയാൽ 0 വരും റൈറ്റ് മൈനസ് ഇവിടെയോ ഇൻറ്റഗ്രൽ ഓഫ് ഡി വി ബൈ വി സ്ക്വയർ മൈനസ് റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ അല്ലേ ടി 0 ആയാൽ ഇൻഫിനിറ്റി ആവും ടി 1 ആയാൽ 0 ആവും ഡി വി ഇനി ഇത് സിംപ്ലിഫൈ ദിസ് ഇസ് ഈക്വൽ ടു 4 root 2 ഇൻറ്റു ഇത് 1/√2 ടാൻ ഇൻവേഴ്സ് യു ബൈ റൂട്ട് 2 ആണ് 0 മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇത് 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോം ആണ് 1/2a ലോൺ എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ ആണ് അപ്പോൾ 1/2 root 2 ലോൺ മോഡ് വി മൈനസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ വി പ്ലസ് റൂട്ട് 2 ആണ് 0 ഇൻഫിനിറ്റി ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ പെർസിവറൻസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതൊന്ന് എക്സാമിന് ചെയ്യാൻ അത്രയ്ക്കും മിടുക്കരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് അവസാനിപ്പിക്കുള്ളൂ പക്ഷെ എന്നാലും നിങ്ങളിത് പഠിച്ചാൽ നല്ലതാണ് കാരണം ഇതിൻ്റെ ഓഫ് ഷൂട്ടായിട്ട് കുറേ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പരീക്ഷയ്ക്ക് അപ്പം അതുകൊണ്ട് പഠിച്ചാൽ നല്ലതാണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇസ് ഈക്വൽ ടു ഇതാണ് ഐയുടെ വാല്യൂ ദഫോർ ഐ ഇസ് ഈക്വൽ ടു എന്താ വരിക 4 root 2 ഇൻറ്റു ഇനി അടുത്ത സ്റ്റെപ്പിൽ ആൻസർ ആയി 4 root 2 ഇൻറ്റു 0 കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 0 തന്നെയാണ്
മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ മൈനസ് പൈ ബൈ ടു ആണ്. അപ്പോൾ 1/√2 ഇൻറ്റു മൈനസ് പൈ ബൈ ടു മൈനസ് ഇവിടെ 1/2√2 ഉണ്ട്. 0 കൊടുക്കുമ്പം എന്താ കൊടുക്കുക, വിക്ക് പകരം 0 തന്നെയല്ലേ. അപ്പോൾ ലോൺ -√2/√2 ലോൺ 1 0 ആണ്, മോഡല്ലേ 0 ആണ്. അപ്പോൾ 0 മൈനസ് ഇൻഫിനിറ്റി കൊടുത്താൽ ലോൺ ഇൻഫിനിറ്റി 0 to ഇൻഫിനിറ്റി ആണല്ലേ. ലോൺ ഇൻഫിനിറ്റി കൊടുത്താൽ t+1/t അല്ലേ. അപ്പം t+1/t ആണ് വി. സോറി t0 കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി t+1/t ആണ് വി. അപ്പം t1 ആകുമ്പോൾ ഇവിടെ 2 ആണ് വരിക. സോറി, ഇവിടെ ഇൻഫിനിറ്റി അല്ല, ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി അല്ല. അതായത് t+1/t അല്ലേ വി കൊടുക്കുന്നത്. t+1/t ആണ് വി. അപ്പം t0 ആണെങ്കിൽ വി ഇൻഫിനിറ്റി ആവും. അപ്പം ഇവിടെ ഇൻഫിനിറ്റി ആണ്. പിന്നെ t1 ആണെങ്കിൽ ഇവിടെ 2 ആണ്. സോറി, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ ഇൻഫിനിറ്റി. അപ്പം 2 ആണെങ്കിൽ ഇവിടെ 2 ആണ്. അപ്പർ ലിമിറ്റ് താഴെ ഇവിടെ അപ്പർ ലിമിറ്റ് 2 ആണ്, ഇവിടെ ഇൻഫിനിറ്റി ആണ്. അപ്പം ഇൻഫിനിറ്റി ആകുമ്പം ലോൺ 1, അപ്പം അപ്പർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു 0 ആണ്. 0 ആകുമ്പോഴാണ് ഇൻഫിനിറ്റി. അതെ, ഇൻഫിനിറ്റി ടു 2. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക മക്കളെ? 2 കൊടുക്കുമ്പം ലോൺ 2 -√2/2 + √2, റൈറ്റ്. ഇൻഫിനിറ്റി കൊടുക്കുമ്പം v -√2/v + √2. ലിമിറ്റ് v ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ 1 വരിക. ആൻഡ് ലോൺ 1 is 0. അപ്പോൾ ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. അപ്പോൾ ആൻസർ ഇസ് എല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മളോട് ചോദിച്ചത് എന്താ? ഇതിൻ്റെ വാല്യൂ a π + b log 3 + 2√2 ആണെങ്കിൽ a + bയുടെ വാല്യൂ എന്താണെന്ന ചോദ്യം. a π + b log 3 + 2√2 ഇതാണ്. a π + b log 3 + 2√2 ആണെങ്കിൽ ആ ഫോമിൽ എഴുതണം. a + bയുടെ വാല്യൂ എന്താണെന്ന ചോദ്യം. ഇവിടെ 2√2 വെട്ടിപ്പോയില്ലേ. അപ്പോൾ എന്താ കിട്ടുക? -4π. ശരിയല്ലേ? -4π വരും. 0 അപ്പോൾ ഇവിടെ പ്ലസ് ആണ്, +4π വരും. പിന്നെ -4√2 ഇൻറ്റു 1/√2 എത്രയാ? 2 വരും. 2 ലോൺ മോഡ് 2 -√2 ഡിവൈഡഡ് ബൈ 2 + √2. അത്രയേ ഉള്ളൂ. 2 + √2/2 -√2 നമുക്ക് മുകളിലും താഴെയും ഇവിടെ മൈനസ് അല്ലേ, അവിടെ പ്ലസ് ആക്കിയെന്ന് വരും. അടിപൊളി. 4π പ്ലസ് log p/q is -log q/p. അപ്പോൾ പ്ലസ് 2 log 2 + √2 ഡിവൈഡഡ് ബൈ 2 - √2. ഈ 2 + √2/2 - √2നെ നമുക്ക് മുകളിലും താഴെയും 2 + √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം താഴെ 1 വരും, മുകളിൽ 2 + √2 സ്ക്വയർ വരും. അതെത്രയാ? 2 + √2 സ്ക്വയർ. മുകളിൽ 4 + 2 വരും. അപ്പോൾ എന്താ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 + 2 + 4√2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് 3 + 2√2. അടിപൊളി. അപ്പോൾ ഇത് 3 + 2√2 ആണ്. ഇറ്റ് ഇസ് 4π + 2 ഇൻറ്റു ലോൺ 3 + 2√2. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ 4ഉം ബിയുടെ വാല്യൂ 2 ആണ്. ആൻസർ ഇസ് a + b = 6. 6 ആണ് ഉത്തരം. അടിപൊളി ചോദ്യം. കുറച്ച് ലെങ്തിയാണ്, എന്നാലും അത് പഠിക്കുക കേട്ടോ. ഈ ചോദ്യം പഠിക്കുക. കാരണം കുറേ എനർജി ആ ചോദ്യം ചെയ്താൽ കിട്ടും. ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ചെയ്യാനുള്ള ശക്തി ഈ ചോദ്യത്തിലുണ്ട് കേട്ടോ. പഠിക്കാം. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിച്ചിട്ടുണ്ട്. എല്ലാ പേപ്പറിലും 2 ചോദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കുറച്ച് നല്ല ഏരിയ ആണ്.
നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കണ്ടുകൂടെ? വാട്ട് ഈസ് ഡി എക്സ് ബൈ ഡി ടി? ഇറ്റ് ഈസ് ഇക്വൽ ടു 2x by t plus 1 plus t plus 1 whole cube by t plus 1 by t plus 1 square. ഓ, അത് ലീനിയർ അല്ലേ ഫോം? ഇത് ലീനിയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഡി എക്സ് ബൈ ഡി ടി മൈനസ് 2x by t plus 1 is equal to that. It is all the form dx dy by dx minus plus py is equal to q. അപ്പോൾ ഇവിടെ ലീനിയർ ആണ്. ദിസ് ഇസ് ലീനിയർ. ലീനിയർ ആകുമ്പോൾ വാട്ട് ഇസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? It is e raised to minus integral 2 by t plus 1 dt. എത്ര കിട്ടും? e raised to minus 2 ln t plus 1 അല്ലേ? മൈനസ് 2 ln t plus 1. അപ്പോൾ ln t plus 1 is raised to minus 2 or it is 1 by t plus 1 square. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അതാണ്. ഇനി സൊല്യൂഷൻ, വാട്ട് ഇസ് സൊല്യൂഷൻ? സൊല്യൂഷൻ ഇസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ബി ഡി ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ടി പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി ടി. അപ്പോൾ എക്സ് ഇൻറ്റു 1 ബൈ ടി പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് t plus 1 square into 1 by t plus 1 square dt. വെട്ടിപ്പോവും. അപ്പോൾ ആൻസർ വിൽ ബി എക്സ് ബൈ ടി പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി പ്ലസ് സി. ഇതാണ് ഇക്വേഷൻ. ഇതാണ് ജനറൽ സൊല്യൂഷൻ. അവിടെ തന്നിട്ടുണ്ട് x02 ആണെന്ന്. എന്താ x02 പറഞ്ഞാൽ? ഇതിൻ്റെ അർത്ഥം എന്താ? t0 ആകുമ്പം എക്സിൻ്റെ വാല്യൂ 2 ആണെന്നാണ്. അപ്പോൾ എക്സ് ഇൻറ്റു ഞാൻ അപ്പുറത്തേക്ക് ഇടാം. അപ്പോൾ ഇവിടെ x02 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x02 പറഞ്ഞാൽ t0 ആകുമ്പം എക്സിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ t0 ആണ്. അപ്പോൾ ഇസ് ഈക്വൽ ടു t0 ആകുമ്പോൾ c. അപ്പോൾ ഇക്വേഷൻ എന്താണ്? എക്സ് ബൈ t plus 1 square is equal to t plus c. ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഇനി എന്താ ചോദ്യം? x1ൻ്റെ വാല്യൂ എന്താണ്? എന്താ x1 എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ x1? x1 എന്ന് പറഞ്ഞാൽ എന്താ? t1 ആകുമ്പം എക്സിൻ്റെ വാല്യൂ എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ t ഈക്വൽസ് 1? t ഈക്വൽസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ബൈ 1 plus 1 സ്ക്വയർ ദറ്റ് ഈസ് 4 ഇസ് ഈക്വൽ ടു ടിയുടെ വാല്യൂ സിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ടിയുടെ വാല്യൂ 1 ആണ്. പ്ലസ് 2 അപ്പം 4 3 12 അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽസ് 12. അപ്പോൾ ആൻസർ ഇസ് 12 ഇസ് ആൻസർ. 12 ഉണ്ട് ആൻസർ. ശരി, ബി ഇസ് ആൻസർ. സിമ്പിളാണ്, ഒന്നുമില്ല, ലീനിയർ ആണെന്ന് മാത്രം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇത് സിമ്പിൾ ചോദ്യമാണ്. 5 people are distributed in 4 identical rooms. A room can also contain 0 people. Find the number of ways to distribute them. ഇത് ഇത്രയേ ഉള്ളൂ. 5 identical apples can be distributed among 4 children so that each child receive 0 or more apples. Concept എന്താ? n identical apples distributed among r children so that each child receive 0 or more apples. The formula n minus r plus 1 cr. ഇത് 1 or more ആണെങ്കിൽ എന്താ ഫോർമുല? n minus 1 cr minus 1. ഈ ഫോർമുല പഠിക്കാം. n identical things distributed among r people so that each person receives 0 or more things. It is n minus r plus 1 cn. cn ആണ്, അല്ലെങ്കിൽ ഇത് r minus 1. ഓക്കെ, n minus r plus 1 cn അങ്ങനെ പഠിച്ചാൽ മതി. 1 or more ആണെങ്കിൽ n minus r plus 1 cr minus 1. n minus 1 cr minus 1. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 5 people distributed among 4 identical rooms. 0 or more ആണ്. അപ്പോൾ എന്താണ്? 5 plus 4 minus 1 c5. ഇതാണ് ആൻസർ. അപ്പോൾ it is 8c5 or it is 8c3. എന്താ 8c3യുടെ വാല്യൂ?
8 into 7 into 6 by 1 into 2 into 3. ടിഷ്കം 56. 56 ആണല്ലോ. ഇത് മക്കളെ ആൻസർ 56 തന്നെയാണ്, 51 അല്ല. ഓക്കെ, 56 തന്നെയാണ്. അപ്പോൾ ഇതിൽ കീ ഇല്ല. അപ്പോൾ ആൻസർ ഇസ് 56. ഓക്കെ, ഈ ചോദ്യം നോക്കാം. y 5 into f of x plus 4 into f of 1 by x. 5 into f of x plus 4 into f of 1 by x is equal to x square minus 4. And y equals 9 f of x into x square. Y is strictly increasing function. Find the interval of x. X എവിടെ തിരിഞ്ഞു കളിക്കണം എന്ന് ചോദ്യം. എപ്പോഴാണ് ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുക? ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവും അല്ലേ? അപ്പോൾ ആദ്യം ഫംഗ്ഷൻ മനസ്സിലാക്കണം. വാട്ട് ഈസ് എ ഫംഗ്ഷൻ? ഫംഗ്ഷൻ ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. 5f of x, 5x of x plus 4f of 1 by x is equal to x square minus 4. ഇവിടെ എക്സിന് പകരം 1 by x റീപ്ലേസ് ചെയ്യാം. യു റീപ്ലേസ് എക്സ് വിത്ത് 1 by x. അപ്പം എന്ത് കിട്ടും? 5 into f of 1 by x is equal to plus 4 into f of x is equal to 1 by x square minus 4. ഇതിന്ന് എഫ് ഓഫ് എക്സ് കാണാം. എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം എഫ് ഓഫ് 1 by x കളയാം. ഫസ്റ്റ് ഇക്വേഷന് 5 കൊണ്ടും സെക്കൻഡ് ഇക്വേഷന് 4 കൊണ്ടും മൾട്ടിപ്ലൈ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുക? 25, 16, 9 എഫ് ഓഫ് എക്സ്. എന്താ ഞാൻ ചെയ്തത്? ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. എന്നിട്ട് 2 minus 1, 1 minus 2 ചെയ്യാം. ഓക്കെ, 9 എഫ് ഓഫ് എക്സ്, 25 മൈനസ് 16, 9 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? മറ്റേ എഫ് ഓഫ് 1 by x വെട്ടിപ്പോ 5x square അങ്ങനെ തന്നെ വെച്ചോളൂ, മൈനസ് 4 by x square അങ്ങനെ തന്നെ വെച്ചോളൂ. പിന്നെ 5 4 20, മൈനസ് 20 പ്ലസ് 16, മൈനസ് 20 പ്ലസ് 16 സബ്ട്രാക്ട് ചെയ്യല്ലേ? മൈനസ് 20 പ്ലസ് 16 മൈനസ് 4 അല്ലേ? ഇതാണ് ഫംഗ്ഷൻ 9f of x x square. അപ്പോൾ വാട്ട് ഇസ് y? Therefore y equals 9f of x നെ x square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് കിട്ടും? 5x raised to 4 മൈനസ് 4x square മൈനസ് 4. ഇതാണ് ഫംഗ്ഷൻ. അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുക എപ്പോഴാണെന്നാ ചോദ്യം. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വാട്ട് ഇസ് dy by dx? dy by dx is equal to 20x cube മൈനസ് 8x. അത്രയേ ഉള്ളൂ. അതിന് പുറത്തേക്ക് എടുത്തൂടെ സാധനങ്ങൾ? 4 പുറത്തേക്ക് എടുക്കാം, 4x പുറത്തേക്ക് എടുക്കാം. 4x പുറത്തെടുത്താൽ എന്താ വരിക? 5x square മൈനസ് 2 എന്ന് വരും അല്ലേ? 5x square മൈനസ് 2 വരും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം, 5ഉം പുറത്തേക്ക് എടുക്കാം. അപ്പം 20x ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2/5 എന്ന് വരും അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 2/5 നമുക്ക് ഇങ്ങനെ പറയാം, 20x ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് ഓഫ് 2/5 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് ഓഫ് 2/5. ഇതാണ് dy by dx. ഇതെന്തിനാ എങ്ങനെ ചെയ്തു വെച്ചാൽ ഇതിൽ വേവ് വരച്ചാൽ പെട്ടെന്ന് ഐഡിയ കിട്ടും. നോക്കൂ, ഇതാണ് പ്ലസ് റൂട്ട് 2/5, ഇതാണ് മൈനസ് റൂട്ട് 2/5, ഇതാണ് 0. അപ്പോൾ ഇവിടെ വേവ് വരച്ചാൽ ഇങ്ങനെയാണ് വേവ് ഉണ്ടാവും, ഇങ്ങനെയാണ് വേവ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇൻക്രീസിങ് ആവുക എപ്പോഴാണ്? ഇവിടെ ഈ ഭാഗത്ത് ഗ്രാഫ് മേലെ ആകുമ്പം ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുമ്പം ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവും.
ഇതാ ഈ ഇതിൻ്റെ ഇടയിൽ ഇൻക്രീസിങ് ആക്കി, പിന്നെ ഇവിടെ ഇൻക്രീസിങ് ആവും. അപ്പോൾ എപ്പോഴൊക്കെയാണ് അത് പോസിറ്റീവ് ആവുക? ഇവിടെ -1/√n സീറോൻ്റെ ഇടയിൽ -√2/5 ആൻഡ് 0 യൂണിയൻ 2√5 ഇൻഫിനിറ്റി. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ 4 ഇസ് ആൻസർ. സിമ്പിൾ അല്ലേ? 4 ഇസ് ആൻസർ. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഡിക്രീസിങ് ആവുക? ഡിക്രീസിങ് ആവുക ഇപ്പോഴാണ്. എന്താ? -∞ ടു -2√5/5, പിന്നെ ഇവിടെ 0ൻ്റെയും 2√5ൻ്റെ ഇടയിൽ. അപ്പം 0 എന്നുള്ള പോയിന്റിൽ മാക്സിമം ആയിരിക്കും, ഇത് മിനിമം ആയിരിക്കും, ഇവിടെയും മിനിമം ആയിരിക്കും. ഇതൊക്കെ ഈ ക്വസ്റ്റിനെ ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റും. നല്ല ചോദ്യമാണ്, സിമ്പിളാണ്. വേറെ ചോദ്യം, കോണിക്സിൽ വന്ന ചോദ്യം. If the hyperbola x² - y² cosecant square theta is 5 and ellipse x² cosecant square theta plus y² equals 5 has eccentricity EH and EE. EH on the eccentricity of the hyperbola, EE on the eccentricity of the ellipse. EH equals √7 EE ആണെങ്കിൽ what is the value of theta? അടിപൊളി ക്വസ്റ്റ്യൻ. ഇതുപോലെ ഡൂവബിൾ ആ തോന്നും, കാരണം ഇത് വൃത്തിയിൽ എഴുതിയാൽ അങ്ങനെ ഉണ്ടാവും. ഹൈപ്പർബോള വൃത്തിയിൽ എഴുതിയാൽ x²/5 മൈനസ് y² കൊസീക്കൂന sin². അപ്പോൾ 5 sin² തീറ്റ = 1. ഇതാണ് ഹൈപ്പർബോള. ഹൊറിസോണ്ടൽ ഹൈപ്പർബോളയാണ്. എലിപ്സ് എങ്ങനെയാ? x² cosecant square. അപ്പോൾ x² എലിപ്സ് എഴുതാണ്. cosecant square sin² ആണ്. അപ്പോൾ 5 sin² തീറ്റ പ്ലസ് y²/5 = 1. ഇത് x²ൻ്റെ താഴെയുള്ള ആള് y²ൻ്റെ താഴെയുള്ള ആളെക്കാൾ ചെറുതാണ്, ചെറുതോ ഈക്വലോ ആണ്. എലിപ്സ് തന്നിട്ടുണ്ട്, അപ്പോൾ അത് വെർട്ടിക്കൽ എലിപ്സ് ആണ്. വെർട്ടിക്കൽ എലിപ്സ്. അപ്പോൾ വാട്ട് ഈസ് EH? EH എന്ന ഹൈപ്പർബോളയുടെ EH ആണ്. EH എന്താണ്? a² + b² root divided by a. അല്ലേ? ഇതാണ് EH. വാട്ട് ഈസ് EE? EEയുടെ വാല്യൂ എന്താ നോക്കൂ. ഇതാണ് a², ഇതാണ് b², കാരണം അത് വെർട്ടിക്കലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്, അതാണ് ഇതിൽ പിടുത്തം. അപ്പോൾ a² - b², ദാറ്റ് ഈസ് 5 - 5 sin² തീറ്റ റൂട്ട് ഡിവൈഡഡ് ബൈ 5. ഇതാണ് EE. അവർ തമ്മിൽ √5. അപ്പോൾ അതിൽ ഈ തന്നിട്ടുണ്ട് EHഉം E5 തമ്മിലുള്ള ബന്ധം തന്നിട്ട്, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. തന്നിട്ടുണ്ട് EH = √7 EE ആണ്. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? ദ വാല്യൂ ഈസ് EH വന്നാൽ വെട്ടിക്കളഞ്ഞാൽ എന്താ കിട്ടുക? √1 + sin² തീറ്റയാണ്. √7 ഇൻറ്റു എന്ത് കിട്ടും? 5 വെട്ടിപ്പോയാൽ തീറ്റ ലൈ ബിറ്റ്വീൻ 0 തന്നിട്ടില്ല അല്ലേ? കോസ് തീറ്റ എടുത്തുകൊള്ളു. 1 - sin² is cos തീറ്റ. 1 - sin² cos² തീറ്റ. അപ്പോൾ എന്താ കിട്ടുക? 7 cos² തീറ്റ. സ്ക്വയർ ചെയ്തോളൂ. അല്ല, സോറി √7 ഇൻറ്റു √1 - sin² തീറ്റ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? 1 + സ്ക്വയർ ചെയ്തോളൂ. 1 + sin² തീറ്റ = 7 - 7 sin² തീറ്റ. അപ്പോൾ 8 sin² തീറ്റയാണ് 6. അപ്പോൾ sin² തീറ്റയുടെ വാല്യൂ എന്താ? 3/4 ആണ്. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ √3/2 ആണ്. അത്രയേ ഉള്ളൂ. തീറ്റ ബിലോങ്സ് ടു തീറ്റ, സൈൻ തീറ്റ √3/2 ആകുമ്പോൾ എന്തായാലും ഈ നെഗറ്റീവ് ആവില്ല, തീറ്റ നെഗറ്റീവ് ആവില്ല, പോസിറ്റീവ് ആണല്ലോ. അതെ. അപ്പോൾ √3/2 ആകുമ്പോൾ എന്താ വാല്യൂ വരിക? സൈൻ തീറ്റയുടെ വാല്യൂ √3/2 ആകുമ്പോൾ 60 degrees, π/3. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലേ? വെരി സിമ്പിൾ. ഈ ചോദ്യം നോക്കൂ, പ്രോബബിലിറ്റിയിലെ ചോദ്യമാണ്. എ ബാഗ് കണ്ടെയ്ൻസ് 8 balls. ബ്ലാക്കും ഉണ്ട് വൈറ്റ്. നമ്പർ ഓഫ് എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്, എത്ര വൈറ്റ് ബോൾസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. കുറച്ച് വൈറ്റ് ബോൾസും ഉണ്ട്, കുറച്ച് ബ്ലാക്ക് ബോൾസും ഉണ്ട്.
പിന്നെ 4 balls are drawn without replacement. Chosen without 4 balls എടുത്തു without replacement. ആ 4 balls-ൽ 2 വെള്ള ബോളും 2 ബ്ലാക്ക് ബോളും കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബോൾസ് ആർ സെയിം ഇൻ ദ ബാഗ്, അതായത് നമ്പർ ഓഫ് ബോൾസ് വൈറ്റ് ബോളും ബ്ലാക്ക് ബോളും സെയിം ആവാനുള്ള സാധ്യത എന്താണ്? ഇത് ബേസ് ഇയർ ആണ്. കാരണം ഓൾറെഡി സംഭവിച്ചു. എന്താ സംഭവിച്ചത്? 2 വെള്ളയും 2 ബ്ലാക്കും കിട്ടി. ഓക്കെ, അപ്പം എന്തൊക്കെ സംഭവിക്കാം? ബോക്സിൽ 2 വെള്ള ബോള് 6 ബ്ലാക്ക് ബോൾ വരാം, 3 വെള്ള ബോള് 5 ബ്ലാക്ക് ബോൾ വരാം, 4 വെള്ള ബോള് 4 ബ്ലാക്ക് ബോൾ വരാം, 5 വെള്ള ബോള് 3 ബ്ലാക്ക് ബോൾ വരാം, 6 വെള്ള ബോള് 2 ബ്ലാക്ക് ബോൾ വരാം, 1 വെള്ള ബോള് 7 ബ്ലാക്ക് ബോൾ വരില്ല. എന്താ കാരണം? ഓൾറെഡി എടുത്തതിൽ 2 വെള്ള ബോളും 3 ബ്ലാക്ക് ബോളും ഉണ്ട്. അപ്പോൾ ഇതാണ് H1 എന്നുള്ള ഇവൻറ്റ്, ഇതാണ് H2 എന്നുള്ള ഇവൻറ്റ്, ഇതാണ് H3 എന്നുള്ള ഇവൻറ്റ്, ഇതാണ് H4 എന്നുള്ള ഇവൻറ്റ്, ഇതാണ് H5 എന്നുള്ള ഇവൻറ്റ് വിചാരിക്കുക. അങ്ങനെ എഴുതണം നിർബന്ധമില്ല, എന്നാലും അങ്ങനെ എഴുതിയാൽ നല്ലതാണ്. ഇനി E എന്നുള്ള ഇവൻ്റാണ് ഓൾറെഡി സംഭവിച്ച ഇവൻറ്റ്. എന്താ സംഭവിച്ച ഇവൻറ്റ്? 2 വെള്ള ബോളും 2 ബ്ലാക്ക് ബോളുമാണ് നമുക്ക് കിട്ടിയത്. ചോദിച്ചത് എന്താ? വാട്ട് ഇസ് ദ ചാൻസ് ദാറ്റ് ദ ബോൾസ് ആർ ഓഫ് സെയിം കളർ? അപ്പോൾ ഇതാണ് ചോദ്യം. H3 എന്താണെന്നാ ചോദ്യം അല്ലേ? ഇതല്ലേ ചോദ്യം? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇതാണ് ചോദ്യം, റൈറ്റ്? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ചോദ്യം ഇതാണ്, P ഓഫ് E ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, H3 സംഭവിക്കാനുള്ള സാധ്യത എന്താണെന്ന ചോദ്യം. എന്താ ഫോർമുല? ഈ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ബേസ് ഇയർത്തിൻ്റെ ഫോർമുലയാണ്. ഫോർമുല മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. എല്ലാ ഫോർമുലാസും വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ ഇസ് ദ ടോട്ടൽ പ്രോബിലിറ്റി, മുകളിലുള്ളത് ഫേവറബിൾ പ്രോബിലിറ്റിയാണ്. മുകളിലുള്ളത് എന്തായിരിക്കും? P ഓഫ് H3 into P of E given H3. താഴെയോ? P of H1 into P of E given H1 plus P of H2 into P of E given H2 plus P of H3 into P of E given H3. അങ്ങനെ പോയിട്ട് അവസാനം എവിടെ അവസാനിക്കുക? P of H5 into P of E given H5 അവസാനിക്കും. ഇത് ബേസ് ഇയർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതാം. ഇത് വിത്ത് റീപ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഒരുമിച്ച് എടുക്കുന്ന പ്രോബിലിറ്റിയും വിത്ത് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ സെയിം ആയിരിക്കും. അപ്പോൾ P of H1 എല്ലാറ്റിനും സാധ്യത സെയിം തന്നെയാണ്. P of H1 ഇതൊക്കെ മുച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും ആണ്. അപ്പോൾ 1/5 ആണ് ഇൻറ്റു P of E given H1. E given H1 H1 ആണ് സംഭവിച്ചതെങ്കിൽ E കിട്ടാനുള്ള സാധ്യത, അതായത് ആ ബോക്സിൽ 2 വെള്ള ബോളും 6 ബ്ലാക്ക് ബോൾ ആണെങ്കിൽ അപ്പോൾ എല്ലാറ്റിലും ഡിനോമിനേറ്റർ എന്തായിരിക്കും? യു ആർ ടേക്കിംഗ് 4 balls, 8 balls, അപ്പോൾ 8C4 ആണ്. അപ്പം H1 കിട്ടാൻ സാധ്യത 2 വെള്ളയും 6 ബ്ലാക്കും. 2 വെള്ള ആകെ 2 വെള്ളയേ ഉള്ളൂ, അപ്പോൾ 2 വെള്ളയിൽ നിന്ന് 2 വെള്ള 2C2 വേസ്. ഇനി 6 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്ക്, അപ്പോൾ 6C2 പ്ലസ് 1/5 ഇൻറ്റു എന്താണ് ഇവിടെ 8C4 എന്താണ് H2 ആകുമ്പം 3C2 ഇൻറ്റു 5C2 പ്ലസ് 1/5 ഇൻറ്റു ഇവിടെ 8C4 എന്താണ് 4 എണ്ണത്തിന്, അപ്പോൾ 4C2 ഇൻറ്റു 4C2 പ്ലസ് 1/5 ഇൻറ്റു 8C4 എന്താണ് 5C2 ഇൻറ്റു 3C2. കാരണം 5 വെള്ള ബോളും 3 വെള്ള ബോളും പ്ലസ് 1/5 ഇൻറ്റു 8C4. ഇത് കാണുമ്പോൾ വലിയ പ്രശ്നമാണെങ്കിലും സിമ്പിളാണ്. 6C2 ഇൻറ്റു എന്താണ് 2C2. മുകളിലോ സെയിം ആവണല്ലോ, അപ്പം ഇത് വേണം. ഇതാണ് P of H3 അല്ലേ, അപ്പോൾ ഇതാണ് മേലിടേണ്ടത്, ഇത് മേലിടുക. അപ്പോൾ എന്താ കിട്ടുക?
1/5 ഇൻറ്റു 4c2 ഇൻറ്റു 4c2. ഇതൊക്കെ പെട്ടെന്ന് വെട്ടിപ്പോകുന്ന സാധനമാണ്. അപ്പോൾ ഏതൊക്കെയാണ് വെട്ടിപ്പോവുക? പെട്ടെന്ന് വെട്ടിപ്പോകുന്ന സാധനങ്ങളെന്ന് വേഗം പറയൂ. ഇത് വെട്ടി 1/5 വെട്ടി 1/5 വെട്ടി 1/5 വെട്ടി 1/5 വെട്ടി 1/5 വെട്ടി 1/5 വെട്ടി അല്ലേ? ബാക്കിയുള്ളത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ വാട്ട്സ് ദ ആൻസർ? 4c2 ഇൻറ്റു 4c2. 4c2 പറഞ്ഞാൽ 6 ആണ്. 6 ഡിവൈഡഡ് ബൈ 2c2 1 ആണ്, 6c2 15 ആണ്, പ്ലസ് 3c2 3 ആണ്, 4c2 5c2 10 ആണ്, 30 ആണ്, പ്ലസ് 36 ആണ്, 5c2 10 ആണ്, 3c2 3 ആണ്, 30 ആണ്, 6c2 15 ആണ്, 6 ഇൻറ്റു 7 ബൈ 1 ഇൻറ്റു 2. 6c2 30 അല്ല കേട്ടോ, തെറ്റിപ്പോയി. 6c2 15 അല്ല, 6 ഇൻറ്റു 7 ബൈ 1 ഇൻറ്റു 2 ആണ്. 6 ഇൻറ്റു 5 ബൈ 1 ഇൻറ്റു 15 തന്നെയാണ്. അപ്പോൾ 15 ഇൻറ്റു 1, അപ്പോൾ 15 തന്നെയാണ് അത്. അപ്പോൾ അതാണ് ആൻസർ. ശരിയല്ലേ മക്കളെ? 4c2 പറഞ്ഞാൽ 6 ആണ്. 6 ഇൻറ്റു 6 36, 15, 3 30, 36, 30, പിന്നെ 15. ശരിയാണ്. അപ്പം 30 30 60, 60 30 90, 90 36 126 ആണോ? ബൈ 36, 36 ബൈ 126 ആണ് നമുക്ക് കിട്ടുന്നത്. 3 ഡിവൈഡ് ചെയ്താൽ 12, 42, 6 ബൈ 21. 3 ഡിവൈഡ് ചെയ്താൽ 2/7. അപ്പം 2/7 ആണ് ഉത്തരം. ഓക്കെ, സിംപ്ലിഫൈ 2/7 ക്യാൻ ബി ഡൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. നമുക്ക് ഈ ചോദ്യം നോക്കിയാലോ. ഇഫ് x belongs to R, √3 plus √2 raised to x plus √3 minus √2 raised to x 10/3 ആണെങ്കിൽ വാട്ട്സ് ദ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എസ്? ആ ചോദ്യം ഇത് ഇത്രയേ ഉള്ളൂ. √3 plus √2 raised to x t കൊടുക്കുക. t കൊടുക്കുക. അപ്പോൾ 1/t വാല്യൂ എന്തായിരിക്കും? കാരണം √3 plus √2 ഇൻറ്റു √3 minus √2 1 ആണ്. അപ്പോൾ 1/t വാല്യൂ എന്തായിരിക്കും? √3 minus √2 raised to x ആയിരിക്കും. √3 plus √2 ഇൻറ്റു √3 minus √2 1 ആയതുകൊണ്ട് √3 plus √2 √3 minus √2 റെസിപ്രോക്കൽസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? t പ്ലസ് 1/t വാല്യൂ ആണ് 10/3. സിംപ്ലിഫൈ ചെയ്യുക, ക്വാഡ്രാറ്റിക് t വരില്ലേ? അപ്പോൾ എന്താ കിട്ടുക? ടി സ്ക്വയർ പ്ലസ് 1/t ആണ്. അപ്പോൾ ടി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 3 ഇതിൽ 10t വരും. അപ്പോൾ ഇക്വേഷൻ എന്താ? ടി സ്ക്വയർ 3t സ്ക്വയർ മൈനസ് 10t പ്ലസ് 3യുടെ വാല്യൂ 0 വരും. അപ്പോൾ 9, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 3t സ്ക്വയർ മൈനസ് 9t മൈനസ് t പ്ലസ് 3 = 0. അപ്പോൾ 3t പുറത്തെടുക്കാം. 3 t മൈനസ് 3 മൈനസ് t മൈനസ് 3 = 0. അപ്പം 3t മൈനസ് 1 ഇൻറ്റു t മൈനസ് 3 = 0. അപ്പോൾ ടിയുടെ വാല്യൂ t = 1/3, t = 3. രണ്ട് വാല്യൂസ് വരും. അപ്പോൾ t = 3 ആകുമ്പോൾ എന്താ വരിക? t = 3 ആകുമ്പം നമ്പർ ഓഫ് എലിമെൻസിൻ്റെ എസ് ആയിട്ട് ചോദിച്ചാൽ. അപ്പോൾ ടിയുടെ വാല്യൂ 3 ആണെങ്കിൽ √3 plus 1, √3 plus √2 raised to x. ടിയുടെ വാല്യൂ 3 ആണ്. 3 raised to 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ റിയൽ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഉണ്ടാവും, എക്സിൻ്റെ വാല്യൂ ഉണ്ടാവും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സ് = log 3 to the base √3 plus √2 ആണ്. ഉണ്ടാവും, എക്സിൻ്റെ വാല്യൂ ഉണ്ടാവും. 1/3 ആണെങ്കിലും വാല്യൂ ഉണ്ടാവും. എന്താ 1/3 ആണെങ്കിൽ 3 raised to -1 = -1. അപ്പം രണ്ട് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ there will be 2 values. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ 3 is ആൻസർ. t = 1/3ക്ക് വാല്യൂ ഉണ്ടാവും. അപ്പോൾ t = 1/3 ആകുമ്പോൾ എക്സിന് വാല്യൂ ഉണ്ടാവും. t = 1/3 ആകുമ്പോൾ എന്താ വരിക? √3 plus √2 raised to x = 3 raised to -1 അല്ലേ? അപ്പോൾ √3 minus √2 raised to x ആണ് 3. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? log of 3 to the base √3 minus √2. അപ്പോഴും വാല്യൂ ഉണ്ടാവും. അപ്പോൾ 2 വാല്യൂസ്. സിമ്പിളാണ്, ആ ചോദ്യം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ക്വസ്റ്റിനോടുകൂടി നമുക്ക് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.